നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംസാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ആഴത്തിലൊരു വിഷയം ചർച്ച ചെയ്യുകയാണ്. ദൈവവുമായി യോജിച്ചു നടക്കുക, പിന്നെ ആത്മീയമായി കാര്യങ്ങൾ തിരിച്ചറിയുക എന്നതൊക്കെ എങ്ങനെയാണ് എന്ന്. അതെ, ഇതിനായിട്ട് നിങ്ങൾ തന്ന ചില ലേഖനങ്ങളും കുറിപ്പുകളുമൊക്കെ നോക്കിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ശരിയാണ്. പ്രധാനമായും വാക്കിംഗ് ഇൻ അഗ്രീമെൻറ്റ് ആൻഡ് സ്പിരിച്വൽ ഡിസേൺമെൻറ്റ് എന്നതിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ, പിന്നെ പഴയ നിയമത്തിലെ ആമോസ് പ്രവാചകൻ, അതുപോലെ പുതിയ നിയമത്തിലെ പൗലോസ് അപ്പസ്തോലൻ, ഇവരുടെയൊക്കെ ചിന്തകളാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വഴിക്ക് ഒപ്പം നടക്കുക. അതെന്താണ്? നമ്മൾ കാണുന്ന ഈ സാധാരണ സംഭവങ്ങളില്ലേ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വല്ല ആത്മീയ കാരണങ്ങളുമുണ്ടോ? പിന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാം? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരിയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊരു വ്യക്തിപരമായ ചിന്തായാത്ര പോലെയാകട്ടെ, അല്ലേ? അതെ, തീർച്ചയായും. നമുക്ക് ആമോസ് പ്രവാചകന്റെ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആമോസ് 3:3 രണ്ടു പേർക്ക് വഴിയിൽ യോജിപ്പില്ലെങ്കിൽ എങ്ങനെ ഒന്നിച്ച് നടക്കാൻ പറ്റും, അല്ലേ? വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം. ഒരുമിച്ച് നടക്കണമെങ്കിൽ എങ്ങോട്ടാ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു ധാരണ വേണ്ടേ? അവിടെ തുടങ്ങാം. അപ്പോൾ ഈ ദൈവവുമായി യോജിച്ച് നടക്കുക എന്ന ആശയം അതെന്താണ് ശരിക്കും? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, എൻ്റെ ഈ പ്ലാൻ ഇതൊന്ന് അനുഗ്രഹിക്കണേ എന്നൊക്കെ. അത് സാധാരണമാണ്. പക്ഷേ ഈ ഉറവിടം പറയുന്നത് അതല്ല ഒരു യഥാർത്ഥ ബന്ധമെന്നാണ്. നമ്മൾ എങ്ങോട്ട് പോകണം എന്നതിൽ ദൈവവുമായി ഒരു യോജിപ്പ് വരണം. അല്ലാതെ നമ്മുടെ വഴിക്ക് ദൈവത്തെ ഇങ്ങനെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക അല്ല വേണ്ടത്. അത് തന്നെ. ആമോസിന്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. യോജിപ്പില്ലാതെ പറ്റില്ല. അതെ. നമ്മൾ പലപ്പോഴും ദൈവത്തെ നമ്മുടെ ഒരു സഹയാത്രികനാക്കാൻ നോക്കും. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കൂടെ വരാൻ പറയും. പക്ഷേ ശരിക്കും വേണ്ടത് നേരെ തിരിച്ചാണ്. പോകാൻ തീരുമാനിച്ചു, നിങ്ങളുടെ കൂട്ടുകാരൻ തെക്കോട്ടും, എന്നിട്ട് ഒരുമിച്ച് നടക്കാൻ നോക്കിയാൽ എവിടെ എത്താനാ? നടക്കില്ല. ലക്ഷ്യത്തിൽ യോജിപ്പ് വേണം. അത് നിർബന്ധമാണ്. ശരിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് ഓർക്കുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അതൊരൊറ്റ ദിവസത്തെ കാര്യമല്ല, അതൊരു ജീവിത രീതിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നും ഓരോ ചുവടിലും ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നടക്കുക. പക്ഷെ ഒരു ചോദ്യം വരാം, അനന്തനായ ദൈവവുമായിട്ട് നമ്മളെപ്പോലെയുള്ള പരിമിതരായ മനുഷ്യർക്ക് എങ്ങനെ ഇങ്ങനെ യോജിക്കാൻ പറ്റും? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഹാനോക്കിൻ്റെ കാലത്തുള്ളൊരു തത്വമാണത്. ആമോസും അതേ കാര്യം പറയുന്നു. പക്ഷേ പുതിയ നിയമം വരുമ്പോൾ ഇതിനൊരു വ്യക്തമായ ഉത്തരം കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഈ യോജിപ്പ് സാധ്യമാകുന്നതെന്ന്. അതെങ്ങനെയാണ്? പൗലോസ് അപ്പസ്തോലൻ പറയുന്നില്ലേ 1 കൊരിന്ത്യർ 2:16 നമുക്കോ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട് എന്ന്. ഇത് വെറുതെ ഒരു ഭംഗി വാക്കല്ലേ കേട്ടോ. അപ്പൊ ഈ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് കിട്ടുന്നത് അവിടെയാണോ പരിശുദ്ധാത്മാവിന്റെ പങ്ക് വരുന്നത്? കൃത്യം, അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം വരുന്നത്. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, അതാണ് ദൈവത്തിൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ ആത്മാവാണ് ഈ യോജിപ്പ് സാധ്യമാക്കുന്ന ഒരു സംവിധാനമെന്ന് പറയാം. ഒരു മീഡിയേറ്റർ പോലെ. അതെ. അപ്പം നമ്മുടെ ചിന്തകളെ പതിയെ ദൈവത്തിൻ്റെ ചിന്തകളുമായിട്ട് അലൈൻ ചെയ്യാൻ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കാൻ, അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന വഴി തിരഞ്ഞെടുക്കാൻ, ഇതിനൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതൊരു പ്രക്രിയയാണ്, ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ടല്ലേ. ഞാനിപ്പോൾ ശരിക്കും ദൈവത്തോടൊപ്പം നടക്കുകയാണോ, അതോ എൻ്റെ വഴിയെ പോകാൻ ദൈവത്തോട് കൂട്ടു നിൽക്കാൻ ആവശ്യപ്പെടുകയാണോ? ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണത്. തീർച്ചയായും. ഓക്കെ, അപ്പോൾ യോജിപ്പ് അടിസ്ഥാനമാണെന്ന് മനസ്സിലായി. ഇനി ഇങ്ങനെ യോജിപ്പിൽ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കാണുന്ന രീതിയിൽ വല്ല മാറ്റവും വരുമോ? ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കാണാൻ തുടങ്ങുമോ? വരും, തീർച്ചയായും വരും. ആമോസ് പ്രവാചകൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ചില പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ചിട്ട്. അതെ, ആ സിംഹത്തിന്റെ കാര്യമൊക്കെ. അതെ, ആമോസ് 3, 4, 5 വാക്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സിംഹം വെറുതെ കാട്ടിൽ ഗർജിക്കുമോ? ഇര കിട്ടിയതുകൊണ്ടല്ലേ? അതുപോലെ കെണി വെറുതെ മണ്ണിൽ നിന്ന് പൊങ്ങി വരുമോ? അതിലെന്തെങ്കിലും പക്ഷി വല്ലതും കുടുങ്ങിയതുകൊണ്ടല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കാണുന്ന ഒരു ഫലത്തിന്, ഒരു എഫക്റ്റിന് പിന്നിൽ ഒരു കാരണം, ഒരു കോസ് ഉണ്ട്. അപ്പോൾ ഈ സിംഹഗർജനവും കെണിയും ഒക്കെ ആത്മീയമായി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അവിടെയാണ് ആത്മീയ പാഠം.
ലോകത്തിലൊരു ഗർജനം കേൾക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാവാം. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ യാദൃശ്ചികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭൗതിക കാര്യങ്ങൾക്ക് പിന്നിൽ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ആത്മീയമായ ചില കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടാവാമെന്നാണോ? ഉണ്ടാവാം, തീർച്ചയായും. പക്ഷെ ലോകം പലപ്പോഴും ഇതിനെ യാദൃശ്ചികമെന്നോ അല്ലെങ്കിൽ വെറും ഭൗതിക കാരണമെന്നോ പറഞ്ഞു തള്ളിക്കളയും. ഇതിനൊരു ഉദാഹരണം പഴയ നിയമത്തിൽ തന്നെ ഉണ്ട്. ഓർക്കുന്നുണ്ടോ? യോശുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം വലിയ പട്ടണമായ യെരീഹോ പിടിച്ചു, അത്ഭുതകരമായിട്ട്. പക്ഷെ തൊട്ടടുത്ത് ചെറിയൊരു പട്ടണമായ ഹായിയോട് യുദ്ധം ചെയ്തപ്പോൾ തോറ്റുപോയി. പുറമെ നോക്കിയാൽ ഒരു കാരണവും കാണില്ലായിരുന്നു. ശരിയാണ്. പക്ഷെ യോശുവ ദൈവത്തോന് നിലവിളിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ആഖാൻ എന്നൊരാൾ ദൈവകൽപ്പന ലംഘിച്ച് ചില സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതെ, ആ ഒരു മറഞ്ഞിരുന്ന പാപം. ഒരൊറ്റ വ്യക്തിയുടെ പാപം കാരണം ആ സമൂഹം മുഴുവൻ യുദ്ധത്തിൽ ദുർബലരായി. യോശുവ 7-ാം അധ്യായത്തിൽ അതുണ്ട്. വളരെ വളരെ വ്യക്തമായ ഉദാഹരണമാണത്. പുറമേ കാണാത്ത ഒരു ആത്മീയ കാരണം, ആഖാന്റെ പാദം, അത് പുറമേ കാണുന്ന ഒരു ഭൗതിക ഫലത്തിലേക്ക്, യുദ്ധത്തിലെ തോൽവിയിലേക്ക് നയിച്ചു. ഇവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം പൗലോസ് പറഞ്ഞ കാര്യം പ്രസക്തമാകുന്നത്. 1 കൊരിന്ത്യർ 2:14 എന്താ പറയുന്നത്? പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവനെ ഭോഷത്വമാകുന്നു. ഭോഷത്വം അല്ലേ? അതെ, ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. അതായത് ആത്മാവിൻ്റെ സഹായമില്ലെങ്കിൽ നമ്മൾ എപ്പോഴും പുറമേയുള്ള കാരണങ്ങൾ മാത്രം നോക്കും. ദൈവം ഒരുപക്ഷെ നമ്മെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ആത്മീയ ഗർജനം നമ്മൾ തിരിച്ചറിയില്ല. ആമോസ് വേന്ത് വാഹരവും തയങ്ങുന്നല്ലോ കാഹളമോതുന്നത്. ഊരിൽ കാഹളമോതിയാൽ ജനം പേടിക്കാതിരിക്കുമോ എന്ന് ആമോസ് 3:6. അതെന്താണ്? കാഹളം, ഷോഫാർ എന്ന് പറയും. അതൊരു മുന്നറിയിപ്പാണ് സാധാരണയായിട്ട്, വരാനിരിക്കുന്ന ഒരു ആപത്ത്. ഓക്കെ. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാഹളങ്ങൾ മുഴക്കുമ്പോൾ, ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുകളാകാം, പ്രതിസന്ധികളാകാം, അല്ലെങ്കിൽ ചില അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങളാകാം. അത് നമ്മളെ വെറുതെ പേടിപ്പിക്കാനല്ല, മിക്കപ്പോഴും അത് ദൈവത്തിൻ്റെ കരുണയാണ്. കരുണയോ? അതെങ്ങനെ? നമ്മെ ഒരുക്കാൻ, ഒരു പക്ഷേ നമ്മുടെ ദിശ മാറ്റാൻ, അതിനു വേണ്ടിയുള്ളൊരു സൂചനയായിരിക്കാം അത്. നോഹയുടെ കാര്യം ഓർക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നും. എബ്രായർ 11:7 പറയുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. അതെ, അത് ഒരു ആത്മീയ മുന്നറിയിപ്പ് കേട്ടു, അത് വിശ്വസിച്ചു, അതനുസരിച്ച് ഭൗതികമായി പ്രവർത്തിച്ചു. അതിന്റെ ഫലമോ അവന്റെ കുടുംബം രക്ഷപ്പെട്ടു. അപ്പോൾ ഈ അടയാളങ്ങൾ തിരിച്ചറിയാൻ ആത്മീയ വിവേചനം എത്ര പ്രധാനമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. വളരെ പ്രധാനം. അപ്പോൾ ദൈവം മുന്നറിയിപ്പുകൾ നൽകുന്നു, കാര്യങ്ങൾക്ക് പിന്നിൽ കാരണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇത് നമ്മളെ അടുത്തൊരു ചിന്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദൈവം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അത് വെളിപ്പെടുത്തുമോ? അങ്ങനെ ഒരു രീതി ദൈവത്തിനുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ആമോസ് 3:7 അതിനൊരു ഉറപ്പ് തന്നെയുണ്ട്. അതെ, ആ വാക്യം ആമോസ് 3:7 പറയുന്നു, യഹോവയായ കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. എന്തൊരു വാക്യമാണത്! കൊള്ളാം. ദൈവം പ്രവർത്തിക്കുന്നതിന് മുൻപേ വെളിപ്പെടുത്തുന്നു എന്നത് അവിടുത്തെ ഒരു സ്ഥിരം രീതിയാണ്. അത് അവിടുത്തെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്, അവിടുത്തെ കരുണയുടെ ഭാഗമാണ്. നമ്മൾ വെറുതെ സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രതികരിക്കുന്നവരാകരുത്, കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ഒരുങ്ങുന്നവരാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പാർട്ട്ണറെ പോലെ. അതെ, അകത്തുള്ളവരായി നമ്മൾ മാറണം. ബൈബിളിൽ ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഒത്തിരിയുണ്ട്. അബ്രഹാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. സോദോമും ഗൊമോറയും നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അത് അബ്രഹാമിൽ നിന്ന് മറച്ചുവെച്ചോ? ഇല്ല. ദൈവം സ്വയം ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്യാൻ പോകുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ എന്ന്. ഉൽപ്പത്തി 18:17. ഇല്ല, ദൈവം അബ്രഹാമിനെ തൻ്റെ ആലോചനയിൽ പങ്കാളിയാക്കി. അതുപോലെ ഈജിപ്തിൽ വലിയ ക്ഷാമം വരാൻ പോകുന്നുവെന്ന് വർഷങ്ങൾക്ക് മുൻപേ ജോസഫിന് സ്വപ്നങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അത് കാരണം ഒരു വലിയ ജനതയെ രക്ഷിക്കാൻ പറ്റി. ശരിയാണ്. ഏലീശ പ്രവാചകന്റെ കാര്യം നോക്കൂ. ശത്രു രാജാവിൻ്റെ സൈനിക നീക്കങ്ങൾ അതൊക്കെ ദൂരെ ഇരുന്നറിഞ്ഞ് സ്വന്തം രാജാവിന് മുന്നറിയിപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2 രാജാക്കന്മാർ 6 അതുണ്ട്. അപ്പോൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്തുക, ഇത് ദൈവത്തിൻ്റെ ഒരു രീതിയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം വരാം. ഇതൊക്കെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് കിട്ടിയ വെളിപ്പാടുകളല്ലേ? ഇന്ന് നമുക്ക് ഇത് ബാധകമാണോ? നമ്മളൊക്കെ സാധാരണക്കാരല്ലേ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. കാരണം പൗലോസ് അപ്പസ്തോലൻ ഉറപ്പിച്ചു പറയുന്നു,
ഈ രീതി ഇന്നും തുടരുന്നു. ഓഹോ, എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ. 1 കൊരിന്ത്യർ 2:10 പറയുന്നു, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ആഹാ. അപ്പോൾ ദൈവവുമായി നമ്മെ യോജിപ്പിക്കുന്ന അതേ പരിശുദ്ധാത്മാവ്, ആ ആത്മാവ് തന്നെയാണ് ദൈവത്തിൻ്റെ ഹൃദയവും പദ്ധതികളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും. പ്രവാചകന്മാർക്ക് ഒരു പക്ഷേ നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ഇന്ന് നമ്മൾ ആത്മാവിൻ്റെ സ്വരം ശ്രദ്ധിക്കണം. അപ്പോ കാര്യങ്ങളുടെ ആത്മീയ കാരണം മനസ്സിലാക്കാനും ദൈവത്തിന്റെ വെളിപ്പാടുകൾ സ്വീകരിക്കാനും താക്കോൽ പരിശുദ്ധാത്മാവാണെന്ന് വ്യക്തമായി. പൗലോസ് ഈ വ്യത്യാസം വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാടും ആത്മീയ മനുഷ്യന്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം. അതെ, 1 കൊരിന്ത്യർ 2:13-14 വാക്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. അതു ഞങ്ങൾ മാനുഷിക ജ്ഞാനം പഠിപ്പിക്കുന്ന വാക്കുകളാലല്ല, ആത്മാവ് പഠിപ്പിക്കുന്ന വാക്കുകളാൽ തന്നെ സംസാരിക്കുന്നു. ആത്മീയ യാഥാർത്ഥ്യങ്ങളെ ആത്മീയ വാക്കുകളാൽ വിശദീകരിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ, അതായത് പരിശുദ്ധാത്മാവില്ലാത്ത, സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കുന്നയാൾ, ദൈവാത്മാവിന്റെ കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല. അവ അവന് ഭോഷത്വമായി തോന്നുന്നു. ഭോഷത്വം, മണ്ടത്തരം എന്നൊക്കെ തോന്നും. അതെ, അവ ആത്മീയമായി വിവേചിച്ചറിയേണ്ടതായാൽ അവ ഗ്രഹിക്കാൻ അവന് കഴിയുകയുമില്ല. അതായത് സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ, അവിടുത്തെ ഇടപെടലുകൾ, വചനത്തിലെ സത്യങ്ങൾ ഇതൊന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത് അളക്കാൻ പറ്റുന്ന ഒന്നല്ല. ശരിയാണ്. അവ ആത്മീയമായി തിരിച്ചറിയണം. അവിടെയാണ് പൗലോസ് ഒരു താക്കോല് തരുന്നത്. ആത്മീയ യാഥാർത്ഥ്യങ്ങളെ ആത്മീയ വാക്കുകളാൽ വിശദീകരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു പരിഭാഷയിൽ ആത്മീയ കാര്യങ്ങളെ ആത്മീയ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുക. എന്താണ് അതുകൊണ്ട് പ്രായോഗികമായി അർത്ഥമാക്കുന്നത്? ആത്മീയ കാര്യങ്ങളെ ആത്മീയ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുക, അത് കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊരു ആത്മീയ കാര്യമായി കാണുക. കാരണം 1, അതിനെ ദൈവവചനത്തിലെ സത്യങ്ങളുമായിട്ട്, അതും ആത്മീയ കാര്യമാണല്ലോ. കാരണം 2, ഇവ തമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ബന്ധിപ്പിക്കുക എന്നതാണ്. ഓക്കെ, ഒരു ഉദാഹരണം പറയാമോ? പറയാം. നിങ്ങൾക്കൊരു പ്രത്യേക ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് വയ്ക്കുക. ഉടനെ പരിഭ്രമിക്കാതെ അതിനെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്ന് നോക്കുക. അല്ലെങ്കിൽ ലോകത്തിൽ ഒരു പ്രത്യേക സംഭവം നടക്കുന്നു, അതിനെക്കുറിച്ച് ബൈബിളിലെ പ്രവചനങ്ങളോ തത്വങ്ങളോ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ആത്മാവിനോട് ചോദിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയോ ഒരു മുന്നറിയിപ്പോ ഒക്കെ തോന്നുമ്പോൾ അതിനെ ഭയന്ന് തള്ളിക്കളയാതെ, കർത്താവേ ഇതെന്താണ് എന്ന് ചോദിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് ആത്മീയ വിവേചനം എന്ന് പറയുന്നത്. വെറും ഊഹാപോഹമല്ല. യേശുവും ഈ രീതി ഉപയോഗിച്ചിരുന്നില്ലേ? സാധാരണ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതിലൂടെ ആഴമേറിയ ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കാൻ. തീർച്ചയായും യേശുവിൻ്റെ ഉപമകളെല്ലാം ഇതിന് നല്ല ഉദാഹരണമാണ്. ചുറ്റുമുള്ള ലോകത്തെ നോക്കിയിട്ട് അതിനപ്പുറമുള്ള ആത്മീയ യാഥാർത്ഥ്യം കാണാൻ യേശു എപ്പോഴും പഠിപ്പിച്ചു. കാറ്റിന്റെ കാര്യം പറഞ്ഞതോർക്കുന്നു. അതെ, യോഹന്നാൻ 3:3 കാണാൻ പറ്റാത്ത എന്നാൽ ശക്തിയുള്ള കാറ്റ് പോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് യേശു പറഞ്ഞു. അതുപോലെ മരവും അതിൻ്റെ ഫലവും മത്തായി 7. നല്ല മരം നല്ല ഫലം കായ്ക്കും. അതെ, പുറമേ കാണുന്ന നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഉള്ളിലെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. പിന്നെ മുന്തിരിവള്ളിയും ശാഖകളും യോഹന്നാൻ 15. ക്രിസ്തുവിൽ നിലനിൽക്കുന്നതിനെക്കുറിച്ച്. അതെ, ക്രിസ്തുവിൽ നിലനിൽക്കാതെ നമുക്ക് നല്ല ബലം പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്ന് കാണിക്കാൻ ആ ചിത്രം ഉപയോഗിച്ചു. എല്ലായ്പ്പോഴും യേശു നമ്മെ ഉപരിതലത്തിനപ്പുറം കാണാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. കൊള്ളാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ ഒരു ആവേശം തോന്നുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്, കേൾക്കുന്നതൊരു കാര്യം, അതനുസരിച്ച് ജീവിക്കുന്നത് വേറൊരു കാര്യം. ശരിയാണ്. ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ നോക്കിയാലോ? നല്ല ആശയമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാവാം: നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ, അത് ചിലപ്പോൾ ജോലിസ്ഥലത്തെ ഒരു ചെറിയ തീരുമാനമെടുക്കുമ്പോഴാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ സംസാരിക്കുമ്പോഴാകാം, നിങ്ങളുടെ ചിന്തകളിൽ പോലുമാകാം, ഈ ദൈവവുമായി യോജിച്ച് നടക്കുക എന്നതിന് എന്താണ് അർത്ഥം? എങ്ങനെയാണ് ആ യോജിപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കുക? നല്ല ചോദ്യം. രണ്ടാമതൊരു ചിന്ത: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില സാധാരണ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു വെല്ലുവിളിയാകാം, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹമാകാം, അതുമല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന ഒരു പാറ്റേൺ. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്തെങ്കിലും ആത്മീയ സന്ദേശം ദൈവം നൽകുന്നുണ്ടാകുമോ?
ആമോസ് പറഞ്ഞ പോലെ ഒരു ഗർജനം നിങ്ങൾ കേൾക്കാതെ പോകുന്നുണ്ടോ? അതെ. മൂന്നാമതായി, നമ്മുടെയൊക്കെ ജീവിതം ഭയങ്കര തിരക്ക് പിടിച്ചതാണല്ലോ. ഈ ബഹളങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ ചെറിയ ശാന്തമായ സ്വരം അത് കൂടുതൽ വ്യക്തമായി കേൾക്കാൻ പഠിക്കുക? അതിനുള്ള പ്രായോഗിക വഴികൾ എന്തൊക്കെയാണ്? അവസാനത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ഒരുക്കാം? അതിന് സഹായിക്കുന്ന ചില പ്രായോഗിക കാര്യങ്ങൾ ഈ ഉറവിടങ്ങളിൽ പറയുന്നുണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? 1, വചനത്തിൽ സമയം ചെലവഴിക്കുക. തിരുവെഴുത്താണ് നമ്മുടെ അടിസ്ഥാനം. ദിവസവും ബൈബിൾ വായിക്കണം. വെറുതെ അറിവിനായിട്ടല്ല, മറിച്ച് അത് നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചുകൊണ്ട് വായിക്കണം. ഓക്കെ. രണ്ടാമത്തേത്, 2, പെട്ടെന്ന് നിഗമനങ്ങളിലെത്തരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ അതിനൊരു ഭൗതിക വിശദീകരണം കണ്ടെത്താനാണ് നമുക്ക് താല്പര്യം. ശരിയാണ്, നമ്മുടെ ഒരു സ്വഭാവമാണത്. അതെ. അതിന് പകരം ഒന്ന് നിർത്തി ചിന്തിക്കുക. പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ചോദിക്കുക, കർത്താവേ, ഇതിൽ അങ്ങ് ഇടപെടുന്നുണ്ടോ? എന്തെങ്കിലും ആത്മീയ കാരണം ഇതിനുണ്ടോ? എന്താണ് അങ്ങ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത്? മൂന്നാമത്തേതോ? 3, ആത്മാവിനോട് സെൻസിറ്റീവ് ആയിരിക്കുക. ദൈവത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ഹൃദയം തുറന്നു വെക്കുക. ചിലപ്പോൾ അത് വചനം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോധ്യമാകാം, അല്ലെങ്കിൽ ഉള്ളിൽ തോന്നുന്നൊരു അസ്വസ്ഥതയാകാം. അതുമല്ലെങ്കിൽ മറ്റു ദൈവഭക്തരായവരുടെ ഉപദേശമാകാം. ഈ ആത്മീയ സിഗ്നലുകൾ അവഗണിക്കരുത്. ഓക്കെ. നാലാമത്തേത്, 4, 2 ലോകങ്ങളെയും ഒരുമിച്ച് കാണുക. നമ്മൾ ജീവിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലാണെങ്കിലും ഇതിന് സമാന്തരമായി ഒരു ആത്മീയ ലോകം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എപ്പോഴും ഓർക്കുക. ചുറ്റും കാണുന്ന കാര്യങ്ങൾ പലപ്പോഴും ആ ആത്മീയ ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഈ 2 ലോകങ്ങളിലും ഒരേ സമയം ജീവിക്കുന്നു എന്ന ബോധ്യത്തോടെ നടക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ദൈവം വെറുതെ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവിടത്തേക്ക് ഒരു പദ്ധതിയുണ്ട് എന്ന് ആമോസ് ഓർമ്മിപ്പിക്കുന്നു. ആ പദ്ധതിയും ലക്ഷ്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പൗലോസും പറയുന്നു. അപ്പോൾ ദൈവവുമായി യോജിപ്പിൽ നടക്കുക എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾക്കനുസരിച്ച് വെറുതെ പ്രതികരിച്ച് ജീവിക്കുക എന്നതിലുപരി അതിനപ്പുറം ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ സ്വീകരിച്ച് ഭൗതികത്തിനപ്പുറം ആത്മീയ യാഥാർത്ഥ്യങ്ങൾ കണ്ട് ഓരോ ചുവടും അവിടുത്തെ വഴിയുമായി ചേർത്തുവെച്ച് ജീവിക്കുക. അതാണ് ലക്ഷ്യം. അതെ, ഇതൊരു വെല്ലുവിളിയാണ്, ശരിയാണ്. പക്ഷെ അതോടൊപ്പം അതൊരു വലിയ പദവിയുമാണ്. പുറമേ കാണുന്നതിനപ്പുറം കാണാനും നമ്മുടെ ഓരോ ചുവടും ദൈവഹിതവുമായി യോജിപ്പിക്കാനുമുള്ള ഒരു ക്ഷണം കൂടിയാണിത്. ആ ഒരു ആഴത്തിലുള്ള നടത്തത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ശരി. യഥാർത്ഥ യോജിപ്പിന്റെയും ആത്മീയ കാഴ്ചയുടെയും ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. എന്നിട്ടില്ലാത്തതാണ്, പക്ഷേ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചിന്തയാണ്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ചില ബഹളങ്ങൾക്കിടയിൽ, അത് തിരക്കുകളാകാം, പ്രശ്നങ്ങളാകാം, സന്തോഷങ്ങളാകാം, ഇതിനിടയിൽ ദൈവം ഒരുപക്ഷെ നിങ്ങളോട് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക കാരണം അല്ലെങ്കിൽ ഒരു പദ്ധതി എന്തായിരിക്കാം? അത് തിരിച്ചറിയാൻ ഈ ആത്മീയ വിവേചനം നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? നല്ലൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിലെ അമൂല്യമായ സത്യങ്ങൾ ഞങ്ങൾക്കിങ്ങനെ മനസ്സിലാക്കി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിലോ യുക്തിയിലോ മാത്രം ആശ്രയിക്കാതെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനായി എപ്പോഴും കാതോർക്കുവാനും അങ്ങയോടുള്ള പൂർണ്ണ യോജിപ്പിൽ അനുദിനം നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആത്മീയ കാര്യങ്ങളെ ആത്മീയമായി വിവേചിച്ചറിയുവാനും ഈ ലോകത്തിൻ്റെ ശബ്ദങ്ങൾക്കിടയിൽ അങ്ങയുടെ ശാന്തമായ സ്വരം വ്യക്തമായി തിരിച്ചറിയുവാനും അതനുസരിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.